ഒരു ജീവിതം മാത്രം, അതു വേഗം മാഞ്ഞു പോകും. ആരെതിർത്തെന്നാലും അത് പോകും നിശ്ചയം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും. കണ്ടിടും നാം വിണ്ണിൽ ദൂരയാദേശം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും. കണ്ടിടും നാം വിണ്ണിൽ ദൂരയാദേശം. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. ധനസുഖമാനങ്ങളെല്ലാം താൽക്കാലികമെന്നതാൽ കാലങ്ങളായി നാം നേടും. നിമിഷങ്ങളിൽ അത് പോകും. മണ്ണിൽ ജീവിതമെന്നാൽ ലാഭം 6 അടി മാത്രം. പ്രാണൻ ക്രിസ്തുവിലെന്നാൽ മൺകൂടൊഴിയുന്നതു ലാഭം. മണ്ണിൽ ജീവിതമെന്നാൽ ലാഭം 6 അടി മാത്രം. പ്രാണൻ ക്രിസ്തുവിലെന്നാൽ മൺകൂടൊഴിയുന്നതു ലാഭം. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. ദേഹം അസ്ഥിരമാകും, മനസ്സതു വ്യാകുലമാകും. കണ്ടവരെല്ലാം പിരിയും, തുണയായി നിന്നവർ മാറും. ഏകാന്തതയില്ലെന്നാൽ നാം നേടിയതെന്തെന്നറിയും. ക്രിസ്തുവിലാശ്രയമെന്നാൽ അതുമാത്രം ലാഭമാകും. ഏകാന്തതയില്ലെന്നാൽ നാം നേടിയതെന്തെന്നറിയും. ക്രിസ്തുവിലാശ്രയമെന്നാൽ അതുമാത്രം ലാഭമാകും. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. മൃത്യുവിൻ രൂപം നമ്മിൽ നിഴലായുണ്ടെന്നറിക. പ്രായം നോക്കാതൊരു നാൾ അതു നമ്മിൽ വന്നിടും. ഉറ്റവരെ നാം പിരിയും, മറ്റൊരു യാത്ര തുടങ്ങും. ക്രിസ്തുവിൻ വഴിയെ പോയാൽ തൻ വീട്ടിൽ നാം എത്തും. ഉറ്റവരെ നാം പിരിയും, മറ്റൊരു യാത്ര തുടങ്ങും. ക്രിസ്തുവിൻ വഴിയെ പോയാൽ തൻ വീട്ടിൽ നാം എത്തും. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. ഒരു ജീവിതം മാത്രം,
അതു വേഗം മാഞ്ഞു പോകും. ആരെതിർത്തെന്നാലും അത് പോകും നിശ്ചയം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും. കണ്ടിടും നാം വിണ്ണിൽ ദൂരയാദേശം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും. കണ്ടിടും നാം വിണ്ണിൽ ദൂരയാദേശം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ. 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 ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ കർത്താവിൻ്റെ തിരുസാന്നിധ്യമുള്ളതായ ഈ അനുഗ്രഹീതമായ കൂടാരത്തിൽ ദൈവത്തിൻ്റെ തിരുനിവാസം ഇറക്കി വെച്ചതായ ഈ അനുഗ്രഹീതമായ സ്ഥലത്ത് 1973 ഏതാണ്ട് 51 വർഷം മുമ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ പ്രിയദാസനെ, നമ്മുടെ യോഹന്നാൻ സാറിനെ അഭിഷേകം ചെയ്തു. ആ അഭിഷേക അഗ്നി കഴിഞ്ഞ ഏതാണ്ട് 50 വർഷക്കാലം ഇവിടെ കത്തി ജ്വലിച്ചു. നാം അനേകർ അതിൽ കത്ത് പിടിച്ചു. നമ്മുടെ ആളത്വങ്ങൾ, പഴയ ആളത്വങ്ങൾ കത്തിപ്പോയി. നമ്മുടെ പലരുടെയും ആകുലങ്ങളും ദുഃഖങ്ങളും നിരാശകളും എല്ലാം ആ തീയിൽ കത്തിപ്പോയി. ഇതെല്ലാം നമ്മുടെ അനുഭവങ്ങളാണ്, നിങ്ങളെല്ലാവരുടെയും അനുഭവമാണ്. നിസ്സാരനായി എനിക്കും എൻ്റെ കുടുംബമായിട്ട് ഈ ഹാളിൽ വന്ന് മുട്ടുമടക്കി എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരെയും മടിയിലിരുത്തിക്കൊണ്ട് ഇവിടെ മുൻവശത്ത് വന്നിരുന്ന് എൻ്റെ കർത്താവിൻ്റെ ശബ്ദം കേട്ടത് ഞാൻ ഓർക്കുന്നു. ഒന്നും വൃഥാവായി പോയില്ല. ഇന്നും അനുഭവിക്കുന്ന സമാധാനവും ശാന്തിയും സന്തോഷവും ഐശ്വര്യവും എല്ലാം ഒരേ ഒരു കാരണം, അന്ന് എൻ്റെ യേശുവിൻ്റെ തൃപ്പാദത്തിൽ വന്ന് മുട്ടുമടക്കി ജീവിതം യേശുവിന് കൊടുക്കുവാൻ, എന്നെയും എനിക്കുള്ളതെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുവാൻ കിട്ടിയ വലിയൊരു ഭാഗ്യം. മനസ്സറിഞ്ഞൊരു പാവം വരില്ല കർത്താവേ എന്ന് വാക്ക് പറയാൻ ദൈവം കൃപ തന്നു. അന്ന് എൻ്റെ യേശു ചങ്കരയത്തേക്ക് വന്നു. എൻ്റെ ഹൃദയത്തിൽ വന്നു എൻ്റെ യേശു. അനുഭവിക്കാൻ തുടങ്ങി. പാപങ്ങളെല്ലാം ഓരോന്നോരോന്ന് വിട്ടുപോയി. എന്നെ മുറുകെ പറ്റിയിരുന്ന പാപങ്ങൾ അനേകം പാപങ്ങൾ വിട്ടുപോയി. ഒരു സമാധാനം എൻ്റെ ഹൃദയത്തിലേക്ക് ഇടിച്ചിറങ്ങാൻ തുടങ്ങി. കുടുംബത്തൊരു സന്തോഷവും സമാധാനവും വരുവാൻ തുടങ്ങി. ജീവിതത്തിൽ അടിക്കടി ഐശ്വര്യവും ഭവനത്തിൽ ഉയർച്ചയും എല്ലാം ദൈവം തന്നു. വേണ്ടതെല്ലാം തന്നു. പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞുകൂടിയതായ ചെറുപ്പകാലം എല്ലാം ഞാൻ ഓർത്തു. ദൈവമേ, എത്ര ഐശ്വര്യമായിട്ടെന്നെ ദൈവം നടത്തി. കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു, നല്ല ജോലി കിട്ടി, വിവാഹബന്ധങ്ങൾ കിട്ടുന്നു, കൊച്ചു മക്കളെ തന്നു, അനുഗ്രഹീയ തലമുറകളെ തന്നു. എല്ലാം ദൈവത്തിൻ്റെ മഹാദാനം. എൻ്റെ കർത്താവിനെ സ്നേഹിച്ചു. ആ യേശു ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹിച്ചു. ആ യേശു നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു. ഇന്നും ആ തൃപ്പാദത്തിൽ വന്ന് മുട്ടുമടക്കുവാൻ ദൈവം നമുക്കെല്ലാവർക്കും ഒരു അവസരം തന്നല്ലോ പ്രിയപ്പെട്ടവർ. കർത്താവിൻ്റെ തിരുനിവാസം ഇറക്കി വെച്ച സ്ഥലത്ത് തന്നെ വന്ന്
ആ ഇമ്പശബ്ദം കേൾക്കുവാൻ, എൻ്റെ യേശുവിനെ കാണാൻ, യേശുവിനെ ഒന്ന് ആരാധിക്കാൻ. യേശുവിനെ ആരാധിക്കണമെങ്കിൽ, സത്യാരാധന നടക്കണമെങ്കിൽ അത്യാവശ്യമായൊരു കാര്യമുണ്ട്. ചോദിക്കുന്നത് എന്തും കൊടുക്കാനുള്ള സന്നദ്ധതയുള്ള സ്ഥലത്താണ് ആരാധന നടക്കുന്നത്. ദൈവം ചോദിക്കുന്നത് എന്തും കൊടുക്കുവാൻ സന്നദ്ധതയുള്ളതായ ഒരു സ്ഥലത്താണ് ദൈവത്തിൻ്റെ ആ തിരുനിവാസം ഇറക്കി വയ്ക്കുന്നതും സത്യാരാധന നടത്തുന്നതും അത് അനേകരുടെ ഉള്ളത്തെ ചലിപ്പിക്കുന്നതും സ്വർഗം മഹത്വം എടുക്കുന്നതും. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അല്പസമയം ധ്യാനിക്കാം. ഒരു രണ്ടടി പാട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നങ്ങ് പാടിയാലോ? ദൈവത്തിന് സ്തോത്രം. സ്തുതി ചെയ് മനമേ നിത്യവും നിൻ ജീവനാഥ യേശുവേ. സ്തുതി ചെയ് മനമേ നിത്യവും നിൻ ജീവനാഥ യേശുവേ. ഇതുപോൽ സുജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി. മരണാധികാരി ആയിരുന്ന ഘോരനാം പിശാചിനെ, മരണാധികാരി ആയിരുന്ന ഘോരനാം പിശാചിനെ, മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്ത നാഥനെ, മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്ത നാഥനെ. സ്തുതി ചെയ് മനമേ നിത്യവും നിൻ ജീവനാഥ യേശുവേ. സ്തുതി ചെയ് മനമേ നിത്യവും നിൻ ജീവനാഥ യേശുവേ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് 63-ാം സങ്കീർത്തനം, അതിൻ്റെ ഏതാനും ചില വാക്യങ്ങളൊന്ന് വായിച്ചു കേൾക്കാം. 63-ാം സങ്കീർത്തനം, അതിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ദൈവമേ, നീ എൻ്റെ ദൈവം. ദൈവമേ, നീ എൻ്റെ ദൈവം. അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത്, വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന്, അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. എൻ്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും. എൻ്റെ ജീവകാലമൊക്കെ ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും. നിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ മലർത്തും. നിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ മലർത്തും. എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ, രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ട് എന്ന പോലെ തൃപ്തി വരുന്നു. എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു. എൻ്റെ വായ സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ വായ് സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ.
തീർന്നുവല്ലോ. നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ. നിന്റെ ചിറകിനിഴലിൽ ഞാൻ ഘോഷിച്ച് ആനന്ദിക്കുന്നു. നിന്റെ ചിറകിനിഴലിൽ ഞാൻ ഘോഷിച്ച് ആനന്ദിക്കുന്നു. എന്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. നിന്റെ വലങ്കൈ എന്നെ താങ്ങുന്നു. നിന്റെ വലങ്കൈ എന്നെ താങ്ങുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവവുമായിട്ടുള്ള ഒരു ഇൻറ്റിമേറ്റ് പേഴ്സണൽ റിലേഷൻഷിപ്പാണ് നാം ഇവിടെ കാണുന്നത്. നിത്യനായ ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധം, ഒരു ആർദ്രമായ ബന്ധം, ഏറ്റവും ഇൻറ്റിമേറ്റായ ഒരു ബന്ധം. ദൈവത്തെ അകമഴിഞ്ഞ് സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ വലിയ പരിധിയില്ലാത്ത കരുണയും സ്നേഹവും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സജീവമായ ബന്ധം. പ്രിയപ്പെട്ടവരെ, അതാണ് സങ്കീർത്തനകാരൻ ഇവരെ വർണ്ണിക്കുന്നത്. ഈ സങ്കീർത്തനത്തെക്കുറിച്ച് പറയുന്നത് ഇസ് ദ പ്രെയർ ഓഫ് എ തേഴ്സ്റ്റി സോൾ. ദാഹിക്കുന്ന ആത്മാവിൻ്റെ പ്രാർത്ഥനയാണത്. ദ പ്രെയർ ഓഫ് എ തേഴ്സ്റ്റി സോൾ. ദാഹമുള്ള ഒരു ആത്മാവിൻ്റെ പ്രാർത്ഥന. ദൈവത്തിൻ്റെ സ്തോത്രം. എന്തിനു വേണ്ടിയുള്ള ദാഹമാണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനുള്ള ഒരു വലിയ അകമഴിഞ്ഞ ആഗ്രഹം, ദാഹം. ദൈവത്തെ അനുഭവിക്കുവാൻ, ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ. ജീവിതത്തിലൊരു ദുഃഖം വരുമ്പോൾ, ഒരു ഭാരം വരുമ്പോൾ, ഒരു ആകുലം വരുമ്പോൾ മുട്ടുമടക്കിയിരുന്ന് എൻ്റെ അപ്പാ എന്നൊന്ന് വിളിക്കുമ്പോൾ എന്താകുന്നു മകനേ എന്ന് ചോദിച്ചുകൊണ്ട് ആ മുഖം പ്രസന്നമായി കരുണയോടും ആർദ്രതയോടും കൂടെ ഇറങ്ങി വന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുന്നതായ സ്നേഹം. ദാവീദ് ഇവിടെ ഇത് പ്രാർത്ഥിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? രാജാവിൻ്റെ ആ കൊട്ടാരത്തിൽ സുഷുപ്തിയിൽ മയങ്ങിക്കിടക്കുമ്പോഴല്ല. തൻ്റെ ജീവനെ വേട്ടയാടുന്ന ശൗൽ രാജാവിനെ ഭയന്ന് മരുഭൂമിയുടെ വരണ്ട അവസ്ഥയിൽ മരുഭൂമിയിൽ കൂടെ ഇങ്ങനെ ആ ഊഷരമായ മരുഭൂമിയിൽ കൂടെ സഞ്ചരിച്ച് ഓരോ ദിവസവും മാറി മാറി ഓരോ സ്ഥലത്ത് ചെന്ന് തലചായ്ച്ച് മലകളിൽ കൂടെ കയറി ഇറങ്ങി അനേകം കഷ്ടതകൾ സഹിച്ച് ദൈവം അഭിഷേകം ചെയ്ത ദാവീദ്. പ്രിയപ്പെട്ടവരെ, ആരാണീ നടക്കുന്നത്? ഒരു ശൗൽ രാജാവിനെ ഭയപ്പെട്ട, ഒരു മനുഷ്യനെ ഭയപ്പെട്ട് ഓടുകയാണ്. കാരണം അവനിൽ കൂടെ വലിയ കാര്യങ്ങൾ ദൈവം കണ്ടിട്ടുണ്ട്. ശൗലിൻ്റെ കയ്യിൽ കെട്ടിയാൽ കൊല്ലും, സംശയമില്ല, കൊന്നിരിക്കും. പക്ഷേ ദൈവം ദാവീദിനെ അവിടെ നിന്ന് ഇറക്കി ഇങ്ങനെ ആ മരുഭൂമിയിൽ കൂടെ താണ്ടി നടക്കുകയാണ്. ഇന്നൊരു സ്ഥലത്താണെങ്കിൽ നാളെ വേറൊരു സ്ഥലത്ത്, ചെല്ലുന്ന സ്ഥലത്ത് ഒരു കല്ലെടുത്ത് തലേണിയായി വെച്ച് അവിടെ കിടന്ന് ഉറങ്ങിയോ എനിക്ക് അറിഞ്ഞുകൂടാ, ഉറങ്ങിയെന്ന് പറയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പിന്നീട് അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവിടെയൊക്കെ ദാവീദ് എന്താ ചെയ്തതെന്ന് നമുക്ക് പിന്നീട് വായിച്ചാൽ മനസ്സിലാകും. ദൈവത്തിന് സ്തോത്രം. എന്തായാലും ദൈവം അവിടെ നിന്ന് ദാവീദിനെ പൊക്കിയെടുത്ത് ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ച് തിരിച്ച് രാജസിംഹാസനത്തിൽ കൊണ്ടുവന്നിരുത്തി. ഒരു മനുഷ്യനെ ദൈവം കണ്ട് വിളിച്ച് വേർതിരിച്ചാൽ ദൈവത്തിൻ്റെ ഒരു സ്പെസിഫിക് പർപ്പസുണ്ട് ഓരോരുത്തരെക്കുറിച്ചും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിഞ്ഞിരിക്കുക, എന്നെക്കുറിച്ച് ഈ ലോകത്ത് ആരും മാനിക്കുന്നില്ല, ആർക്കും എന്നെ ഇഷ്ടമല്ല. ഞാൻ ആരെപ്പോലെയും വിളങ്ങാനോ കഴിവുള്ളവനോ ഒന്നുമല്ല. വിദ്യാഭ്യാസമില്ല, സൗന്ദര്യമില്ല, പണമില്ല, എല്ലാം ശരിയാണ്. പക്ഷേ മോനെ, നിന്നെ വിളിച്ചിറക്കിയ ദൈവം, നീ ഇവിടെ വന്നിരിക്കാൻ കാരണം അവൻ ജീവിക്കുന്നതുകൊണ്ടാണ്, അവൻ നിന്നെ വിളിച്ചതുകൊണ്ടാണ്. ഞങ്ങൾ ആരുമല്ല നിങ്ങളെ വിളിച്ചത്. അങ്ങനെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ദൈവപൈതൽ അവൻ്റെ ജീവിത അന്ത്യം വരെയും അല്ല, നിത്യത വരെയുള്ള മുഴുവൻ കാര്യങ്ങളും നിർണയിക്കപ്പെടുന്നത് സ്വർഗത്തിലാണ്. നിൻ്റെ വിവാഹമോ, നിൻ്റെ വിദ്യാഭ്യാസമോ, നിൻ്റെ ജോലിയോ, നിൻ്റെ മക്കളുടെ കാര്യമോ, നിൻ്റെ രോഗവിഷയങ്ങളോ, വീട്ടിലെ ആകുലങ്ങളും നിൻ്റെ വീട്ടിലുള്ള ഭാരങ്ങളും ഇണക്കക്കുറവുകളും എല്ലാം അറിയുന്ന ദൈവം. പ്രിയ ദൈവമക്കളെ, ഇതെല്ലാം ആണെങ്കിലും ദൈവം നിന്നെ അറിയുന്നുണ്ട്, ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ നിൽക്കുക ദൈവത്തെ അനുഭവിക്കാം. ദാവീദ് കഷ്ടതകളെല്ലാം ഏറ്റിരിക്കുമ്പോഴാണ് അവിടെ രാത്രി ആ മരുഭൂമിയിൽ ഒരു ഗുഹയിൽ കിടന്നുറങ്ങിയപ്പോഴാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. എന്താ ദാവീദ് പറയുന്നത്? എന്താണ്? നീ എൻ്റെ ദൈവമാണ്, മാറ്റമില്ല.
നീ എന്നെ വിളിച്ചതാണ് കർത്താവേ, നീ എന്നെ വിളിച്ചതാണ്. ആ സ്നേഹത്തിൽ ഞാൻ മാറിപ്പോവുകയില്ല. എന്ത് സംഭവിച്ചോട്ടെ, ആരെല്ലാം ഒറ്റപ്പെടുത്തിയോട്ടെ, തള്ളിക്കളഞ്ഞോട്ടെ, രോഗം വന്നുപോട്ടെ, വീട്ടിൽ സമാധാനമില്ലാതെ എന്നെ ഒറ്റപ്പെടുത്തിക്കൊള്ളട്ടെ, പ്രിയപ്പെട്ടവരെ നിങ്ങൾ തളരണ്ട. അങ്ങനെയുള്ള അവസ്ഥയിലും നിങ്ങൾ പറയണം, എൻ്റെ ദൈവമേ നീ എൻ്റെ ദൈവം, യേശുവേ നീ എൻ്റെ ദൈവം, നിന്നെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി ഞാൻ സ്വീകരിച്ചതല്ലേ, ഈ ചങ്കിലേക്ക് നിന്നെ ഞാൻ ഏറ്റുവാങ്ങിയതല്ലേ, നീ ചങ്കിലേക്ക് എഴുന്നള്ളി വന്നതല്ലേ, എനിക്ക് വേണ്ടി നീ ക്രൂശിൽ മരിച്ചത് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനാണെന്ന് ഞാൻ കേട്ട മാത്രയിൽ ഞാനത് വിശ്വസിച്ചു. എൻ്റെ യേശുവേ, നിന്നെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി ഈ ചങ്കിലേക്ക് ഞാൻ അന്ന് സ്വീകരിച്ചില്ലേ, എൻ്റെ കർത്താവേ ഈ ചങ്കിൽ നീ വാഴണം, ഈ കഷ്ടതകളൊക്കെ അവിടെ ഇരുന്നോട്ടെ, ഇന്നും സ്റ്റിൽ യു ആർ മൈ ഗോഡ്, മൈ ഗോഡ്. യേശുവേ നീ എൻ്റെ ദൈവം. ദൈവത്തിന് സ്തോത്രം. ദൈവമേ നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. മരുഭൂമിയുടെ ഗുഹയിൽ കിടന്നുറങ്ങുമ്പോൾ, അധികാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഞാൻ നിൻ്റെ മുഖമാണ് അന്വേഷിക്കുന്നത്. എനിക്ക് വേറെ ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. എൻ്റെ ദൈവത്തിൻ്റെ മുഖം മറഞ്ഞു പോയോ? രാത്രി ഞാൻ കിടന്നുറങ്ങിയപ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ പൊന്നുമുഖം മറഞ്ഞു പോയോ? ആ പുഞ്ചിരി തൂകുന്ന മുഖത്തിന് മ്ലാനത വന്നോ? യേശു ദുഃഖിച്ചു പോയോ? എൻ്റെ കർത്താവേ, ഞാൻ ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും എൻ്റെ യേശു ഒരു സജീവ യാഥാർത്ഥ്യമായി നിൻ്റെ പൊന്നുകരങ്ങളിൽ എന്നെ താങ്ങണം. എന്നെ വിട്ടു പോകല്ലേ കർത്താവേ, ഒരു സമയം പോലും എന്നെ വിട്ടു പോകല്ലേ. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവ സാന്നിധ്യം മാറിപ്പോകാതെ നിങ്ങൾക്കൊരു ദാഹം വേണം, ഒരു ദാഹം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനുള്ള ദാഹം. ദൈവത്തിന് സ്തോത്രം. ഈ കാലങ്ങളിൽ ബഹുമാനപ്പെട്ട യോഹന്നാൻ സാറിൻ്റെ സന്ദേശങ്ങളിൽ കൂടി നിങ്ങൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവിനെ ലഭിക്കണമെങ്കിൽ, ദൈവകൃപ ലഭിക്കണമെങ്കിൽ, യേശുവിനെ കിട്ടണമെങ്കിൽ ദാഹമുള്ള ഹൃദയം വേണം. ദാഹിച്ചും വരണ്ടും വെള്ളത്തിനായി ദാഹിക്കുന്ന ഭൂമിയെപ്പോലെ എൻ്റെ ആത്മാവ് നിന്നെക്കുറിച്ച് ദാഹിച്ചിരിക്കുന്നു. ഇപ്പോൾ നാം വായിച്ചു കേട്ടു, കർത്താവേ എൻ്റെ ജഡം, എൻ്റെ ശരീരവും നിനക്കായി കാത്തിരിക്കുന്നു. ഇത് മണ്ണോട് മണ്ണായി പോകും, ഇന്നല്ലേ നാളെ ഇത് തീർന്നു പോകും, ഈ ഭൂമിയിൽ അലിഞ്ഞു ചേരും. പക്ഷേ കർത്താവേ നീ എന്നും എൻ്റെ ദൈവമായിരിക്കും. എൻ്റെ ദേഹം ഇതാ നിൻ്റെ സാന്നിധ്യം അനുഭവിക്കണം. ഈ ശരീരം വീണ്ടെടുക്കപ്പെടണം. ഇതിൽ ഓരോ അവയവങ്ങൾക്കും വീണ്ടെടുപ്പ് കിട്ടണം. ഈ കണ്ണിന് വീണ്ടെടുപ്പ് കിട്ടണം. ഈ കണ്ണിൽ യേശുവിൻ്റെ മുദ്ര വേണം. എൻ്റെ നെറ്റിമേൽ കർത്താവേ നിൻ്റെ മുദ്ര പതിപ്പിക്കണമേ എന്ന് ബഹുമാനപ്പെട്ട ദേവദാസൻ എഴുതിയ പാട്ടിൽ നിങ്ങൾ പാടിയില്ലേ? എൻ്റെ കർത്താവേ, നെറ്റിമേൽ നിൻ്റെ തിരുരക്തം പതിക്കണം, എൻ്റെ കണ്ണിൽ തിരുരക്തം പുരട്ടണം, എൻ്റെ നാവിലാ തിരുരക്തം പുരട്ടണം, എൻ്റെ ചുണ്ടിലാ തിരുരക്തം പുരട്ടണം, എൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലും കർത്താവേ നിൻ്റെ മുദ്ര വേണം. അതിനായി ഞാൻ എന്താ ചെയ്യേണ്ടത്? കർത്താവേ, ഇതാ എൻ്റെ ഓരോ അവയവങ്ങളും തിരുമുമ്പാകെ ഞാൻ സമർപ്പിക്കുന്നു. 1997 ഞാൻ ഓർക്കുന്നു, ഒരു 3 ദിവസം എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ മുറിയിലേക്ക് മാറി തനിച്ചിരുന്നൊരു 3 ദിവസം രാവും പകലും ഇരുന്ന് എൻ്റെ ജീവിതത്തെ പരിശോധിച്ചു. എൻ്റെ ചെറുപ്പകാലം മുതൽ ബാല്യകാലം മുതൽ എൻ്റെ ജീവിതത്തിൽ വന്ന സകല രഹസ്യവും പരസ്യമായ കാര്യങ്ങൾ ഞാൻ പരിശോധിച്ചു. ദൈവസന്നിധിയിൽ അന്ന് എന്നെ തന്നെ സമർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ഞാനിവിടെ ഈ ഭവനത്തിലേക്ക് വന്നു. സാറിനെ വിളിച്ചില്ല, സാറിനെ ഞാൻ വിളിച്ചില്ല. ഞാനിവിടെ വന്നു, എന്നെ കണ്ട മാതിരി എന്നെ ഉടൻ തന്നെ എന്നെ അകത്തേക്ക് വരാൻ പറഞ്ഞു. വിളിച്ചു. അവിടെ ഇരുന്ന് സംസാരിക്കുകയല്ല ചെയ്ത, നേരെ പ്രാർത്ഥനാമുറിയിലേക്ക് വരാൻ പറഞ്ഞു. നേരെ പ്രാർത്ഥനാമുറിയിലേക്ക് വന്നു. സാറ് മുമ്പിൽ നടന്നു, ഞാൻ പുറകിൽ വന്നു. ഇവിടെ ഇരുന്ന ഉടനെ ഞാൻ എൻ്റെ ഹൃദയം പൊട്ടി. ഞാൻ ദൈവത്തോട് ഏറ്റുപറഞ്ഞ പാപങ്ങൾ ഓരോന്ന് അവസരം കിട്ടിയ ദൈവദാസനോട് അത് ഏറ്റുപറയാനാണ് ഞാൻ വന്നത്. ആത്മാവിൻ്റെ മുമ്പിൽ ഏറ്റുപറയാനാണ് വന്നത്. പക്ഷേ എന്നെക്കൊണ്ടൊരു വാക്ക് പോലും പറയിച്ചില്ല. എന്നോട് പറഞ്ഞു, ഞാൻ പറയാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞു, വേണ്ട, ഒന്നും പറയണ്ട, എല്ലാം കർത്താവ് കേട്ടു. എപ്പോഴാണ് കേട്ടെ? ഞാൻ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ദേവദാസൻ പറഞ്ഞു, എല്ലാം കർത്താവ് കേട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ഒരു രഹസ്യ അറയിൽ ഇരുന്നുകൊണ്ട്, ഒരു മുറിയിൽ ഇരുന്നുകൊണ്ട് അല്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും സാഹചര്യത്തിലാണോ, ഒറ്റപ്പെട്ട അവസരത്തിലാണോ, യാത്രയിലാണോ, നിങ്ങളുടെ ഹൃദയം പകർന്ന് യേശുവിനോട് എന്ത് പറഞ്ഞാലും അവൻ കേൾക്കും. യേശു കേട്ടു എന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ വീട്ടിലിരുന്ന് പറഞ്ഞ എൻ്റെ യേശു കേട്ടു. ദേവദാസൻ അതെങ്ങനെയാണ് കേട്ടെ?
ദിവസം കേട്ടില്ലല്ലോ. ആത്മാവ് പറഞ്ഞു കൊടുത്തു. ദൈവത്തിൻ്റെ സ്തോത്രം. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കൈ നിർത്തി പ്രാർത്ഥിച്ചു. അന്ന് എൻ്റെ ജീവിതം വ്യവസ്ഥ കൂടാതെ എൻ്റെ യേശുവിൻ്റെ ആണിപ്പാളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഒരുപാട് വാഗ്ദാനങ്ങൾ എനിക്ക് നൽകി. ആ വാഗ്ദാനങ്ങളാണ് ഇന്നും എന്നെ ജീവിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്ത് പറഞ്ഞാലും, ആരെല്ലാം തള്ളിയാലും, ഉപേക്ഷിക്കപ്പെട്ടാലും, എന്നെല്ലാം വേദനകൾ വന്നാലും, എനിക്ക് ഒറ്റപ്പെട്ട അനുഭവങ്ങൾ വന്നാലും, എന്നെ തള്ളിക്കളഞ്ഞാലും, പീഡകൾ അനുഭവിച്ചാലും ഒരു പരാതിയില്ല, ഒരു കുലുക്കവുമില്ല, ആരോടും വിഷമവുമില്ല, പരാതിയില്ല. പ്രിയപ്പെട്ട, എന്തുകൊണ്ടെന്നാൽ എൻ്റെ യേശു എന്നെ സ്നേഹിക്കുന്നു. ഈ ചങ്കിനകത്ത് അവൻ വാഴുന്നു. എന്നെ അവൻ ഭരിക്കുന്നു, എന്നെ അവൻ നിയന്ത്രിക്കുന്നു, സമാധാനം തന്ന് നടത്തുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഭാരം വരുമ്പോൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി അവനോട് എൻ്റെ ഹൃദയം തുറന്ന് പറഞ്ഞാൽ യേശു പരിഹാരം തരുന്നത് ഞാൻ അനുഭവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്താണ് നമുക്ക് വേണ്ടത്? പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഒരു വചനമുണ്ട്. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പറയും, പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിന്റെ മറവിലിരിക്കുന്ന എൻ്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവത്തിന് ദാഹമാണത്. ക്രൂശിൽ കടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് എൻ്റെ യേശു പറഞ്ഞു. അവൻ വലിയ പീഡയുടെ നടുവിൽ നിന്നുകൊണ്ട് യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു എന്ന്. അത് യേശുവിന് വെള്ളം കുടിക്കുവാനുള്ള ദാഹമായിരുന്നില്ല, അല്ലെങ്കിൽ മുന്തിരിച്ചാറ് കുടിക്കാനുള്ള ദാഹമായിരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, മോനെ, നിൻ്റെ മുഖമൊന്ന് കാണാൻ, നിൻ്റെ സ്വരമൊന്ന് കേൾക്കാൻ. നീ പാറയുടെ പിളർപ്പിലാണ് ഇരിക്കുന്നത്. ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് നീ. ആരും തിരിഞ്ഞു നോക്കാനില്ല. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിൻ്റെ മറവിലും വലിയ പീഡയിലാണ്, വലിയ പീഡയുടെ നടുവിലാണ്, ഒറ്റപ്പെട്ട അനുഭവത്തിലാണ്. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിൻ്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ, മോനെ, നിനക്ക് ഭാരമുണ്ട്, വേദനയുണ്ട്, രോഗമുണ്ട്, പ്രയാസമുണ്ട്. പക്ഷേ എൻ്റെ യേശു നിന്നെ വിളിക്കുന്നത് എന്താ? എൻ്റെ പ്രാവേ, എൻ്റെ നിഷ്കളങ്കയായ മണവാട്ടിയെ, എൻ്റെ പൊന്നു മകനെ, മകളെ, നിൻ്റെ സ്വരം ഞാനൊന്ന് കേൾക്കട്ടെ. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ നിങ്ങളെ കൊണ്ടുവന്ന ആരാ? എന്തിനാ കൊണ്ടുവന്നേ? പ്രിയപ്പെട്ടവരെ, മോളെ, നിൻ്റെ മുഖം ഒന്ന് കാണാൻ, നിൻ്റെ സ്വരം ഒന്ന് കേൾക്കാൻ. സഹോദരാ, നിൻ്റെ സ്വരം ഒന്ന് കേൾക്കാൻ, നിൻ്റെ മുഖം ഒന്ന് കാണാൻ ദൈവത്തിന് കൊതിയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അവന് വേണ്ടി ദാഹിക്കണം. നിങ്ങൾ യേശുവിന് വേണ്ടി നിങ്ങളുടെ ഉള്ളം തുറന്ന് അവന് വേണ്ടി നിങ്ങൾ ദാഹിക്കണം. അവൻ്റെ കൂട്ടായ്മ ആചരിക്കാൻ ദാഹിക്കണം. യേശുവിന് വേണ്ടി ഉള്ളം തുറക്കണം. യേശുവിന് വേണ്ടി നിനക്കുള്ള എല്ലാം സമർപ്പിക്കണം. പാപങ്ങളെല്ലാം ക്രൂശിൻ ചുവട്ടിലേക്ക് ഇറക്കി വെച്ച് നിന്നെ തന്നെ അവന് കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എൻ്റെ യേശു പറയും, മോനെ, നിൻ്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. അപ്പോൾ നിനക്ക് പറയാനുള്ള എല്ലാം അവനോട് പറയാം. നിനക്ക് പറയാനുള്ള ദുഃഖങ്ങൾ പറയാം, രോഗങ്ങൾ പറയാം, മക്കളുടെ കാര്യം പറയാം, വീട്ടിലെ ഇണക്കക്കുറവുകൾ പറയാം, കൂട്ടായ്മയുടെ കാര്യം പറയാം, നിൻ്റെ എന്ത് വിഷയവും അവനോട് പറയാം. നിൻ്റെ സ്വരം ഞാനൊന്ന് കേൾക്കട്ടെ. നീ അവനെ ചുതിക്കുന്നത് കേൾക്കാൻ അവന് കൊതിയുണ്ട്. നീ പ്രിയപ്പെട്ടവരെ, നിൻ്റെ മുഖം കാണുവാൻ എൻ്റെ യേശുവിന് കൊതിയുണ്ട്. മക്കളുടെ മുഖം കാണാൻ അപ്പന് കൊതിയില്ലേ? അപ്പനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുഖം മക്കളുടെ മുഖമാണ്. അപ്പനെ ഇഷ്ടപ്പെടുന്ന സ്വരം മക്കളുടെ സ്വരമാണ്. എൻ്റെ യേശുവിനോട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആരാധിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിലും യേശുവിനോട് പറയാം. നിങ്ങളുടെ ഹൃദയം പകരാം, നിങ്ങളുടെ ഭാരങ്ങൾ പറയാം. പ്രിയപ്പെട്ടവരെ, അവനെ നിങ്ങൾക്ക് സ്തുതിക്കാം, അവനെ നിങ്ങൾക്ക് ആരാധിക്കാം. ക്രൂശിൽ മരിച്ച എൻ്റെ രക്ഷകനായ യേശുവേ, നിൻ്റെ രക്തത്തിൻ്റെ വിലയായി ഞാൻ ജീവിക്കുന്നു കർത്താവേ. ആ രക്തം കൊടുത്ത് എന്നെ വിലയ്ക്ക് മേടിച്ചതിനാൽ യേശുവേ, ഞാൻ നിൻ്റെ വകയാണ്. എൻ്റെ യേശുവേ, നീ രക്തം കൊടുത്ത് എന്നെ സ്വന്തമാക്കിയല്ലേ, ആ രക്തത്തിൻ്റെ വിലയാണ് ഞാൻ. എൻ്റെ യേശുവേ, ഇത്രമാത്രം എന്നെ സ്നേഹിപ്പാ ഞാൻ എന്തുള്ളൂ കർത്താവേ. നീ എൻ്റെ സ്വന്തം യേശുവേ, ഞാൻ നിൻ്റെ സ്വന്തം. എൻ്റെ യേശുവേ, ഞാൻ നിൻ്റെ സ്വന്തം. യേശുവേ, നീ എന്നും എൻ്റെ സ്വന്തം. ഇതാ ഞാൻ നിനക്കായി എന്നെ തന്നെ സമർപ്പിക്കുന്നു. പൊന്നുനാമം മാത്രം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം.